ഹലോ, ഇറ്റ്സ് മീ ഐശ്വര്യ മംഗലത്ത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോളേ നമുക്കിന്നൊന്ന് കറങ്ങാൻ പോയാലോ? കറക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ദേണ്ട വന്നിരിക്കുന്ന സൺലൈറ്റ്. എന്നാൽ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാകാം ഇനിയുള്ള കറക്കം. എന്തേ, ഇപ്പം സെറ്റായില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുവൈറ്റിലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്, അബു ഹലീഫ. ഇവിടെ ഇപ്പം എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ ബീച്ചുണ്ട്, കുവൈറ്റ് മാജിക് മാൾ ഉണ്ട്, കുവൈറ്റ് മാജിക് ലാൻഡ് ഉണ്ട്, പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് സംസം മാളും ഉണ്ട്. കുവൈറ്റിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പം സ്റ്റേ ചെയ്ത സ്ഥലം കൂടിയാണ് കേട്ടോ അബു ഹലീഫ. പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുക്കാം. ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്കും ഒരു ലബാനും ഒക്കെ നമ്മൾ സംസമീന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പം ശരിക്കും എനിക്കൊരു വാട്ടർ കളർ പേജിൽ കയറിയിരിക്കുന്ന പോലെ തോന്നി കേട്ടോ. ബീച്ചിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം സമയം പോകുന്നത് തീരെ അറിയയില്ല. ദേ ഈ കാണുന്നതാണ് കുവൈറ്റ് മാജിക്. കുവൈറ്റ് മാജിക് എന്നും മാജിക് ലാൻഡ് എന്നും ഒക്കെ പറയും. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലോ നമുക്ക് ഇവിടെ വന്നിരിക്കാം, ഫുഡ് കഴിക്കാം, നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഹോഴ്സ് റൈഡിങ്, ക്യാമൽ റൈഡിങ്, അങ്ങനെയൊക്കെ കുട്ടി കുറേ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ദൈവനെ കണ്ടോ കുഞ്ഞൂട്ടൻ, ആൾക്ക് ഇത്ര പൊക്കമുള്ളെങ്കിലും ജാടയ്ക്ക് ലേശം കുറവില്ല. എന്നാ പിന്നെ ഞാനായിട്ട് കുറയ്ക്കണ എന്തിനാ, ഇരിക്കട്ടെ എന്റെ വക കുറച്ച് പ്രഹസനം കൂടി. എന്നാ പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആകാം അല്ലേ? കരളെ നിൻ കൈ പിടിച്ച കടലോളം വെണ്ണിലാവ്. ഇനി എന്നാ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. പറയാതിരിക്കാൻ വയ്യാട്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് ഇവിടെ, നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ ഇന്നെന്തോ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ അവിടെയൊക്കെ കുറച്ച് ദ്വീപൊക്കെ പോലെ, നമുക്ക് എന്താ പറയുക ഇതിന്, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കണ്ടോ അത്? അങ്ങോട്ടേക്ക് പോകുന്ന പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം നല്ല ആഴമുണ്ട്. അപ്പം നല്ല ആണെന്ന് വെച്ചാൽ ഒത്തിരി ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ഡ്രസ്സൊക്കെ മൊത്തം നനയും. അപ്പം പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഒരു ഡാൻസിൻ്റെ ഒരു റീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ നിന്ന് തൽക്കാലം ചെയ്ത് നോക്കാം. ഞാൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്ന വീഡിയോ കണ്ടപ്പം ഈ കുഞ്ഞൊരു കുട്ടി വന്ന കേട്ടോ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞ്. ആദ്യം ഞാൻ ഓർത്ത് കരയുമായിരിക്കുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ കണ്ടോ ഇറുക്കി പിടിച്ചിരിക്കുന്നതായിരുന്നേ. വെള്ളം കണ്ടിട്ട് പേടിയായിരുന്നു തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരത്തി പിന്നെ അങ്ങോട്ട് ഭയങ്കര ജോളിയായിട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ, സൺസെറ്റ് എന്താ ഇതുവരെ കാണാത്തേന്ന്. കളറൊക്കെ കാണുന്നുണ്ട്, സൺ എവിടെ? അത് ഇനി ഇവിടെ അല്ലേ, വേറെ ഏതെങ്കിലും ദിശയുണ്ടോ? എന്തായാലും എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. കുറേ നേരം ഞാനത് നോക്കിയിരുന്നു, എന്തേലും ആട്ടെ. പിന്നെ മുകളിലോട്ട് നോക്കിയപ്പം മൂണുണ്ട്. മൂണാണോ സണ്ണാണോ? മൂൺ തന്നെ ആയിരിക്കും. പിന്നെ ഫുള്ള് കൺഫ്യൂഷനൊക്കെ അടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കളിച്ചിട്ടൊക്കെ പിന്നെ അങ്ങ് കയറിപ്പോയി. എന്തേലും ആട്ടെ, നമ്മൾ എന്തിനാ ഈ വലിയ കാര്യമൊക്കെ ആലോചിച്ച് തല പൊല്ലാപ്പാക്കുന്നത്? കുറേ നേരം നോക്കി നിന്നിട്ട് സൺസെറ്റ് കാണാത്ത കാരണം ഷൂ ഒക്കെ കഴുകി അവിടെ നിന്ന് എന്താണേലും പാക്കപ്പ് ചെയ്യാമെന്ന് ഓർത്തു. പകലുള്ളതിനേക്കാളും കുവൈറ്റ് മാജിക് ലാൻഡ് ഇപ്പോഴല്ലേ ഭംഗി. കീ കൊടുത്ത പാവ പോലെ ഫുൾ ആക്റ്റീവ് ആകും, ലൈറ്റിങ്സ് ഫുൾ വൈബാട്ടോ. ഇന്നെന്തോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ ആ ഹാപ്പിനെസ്? ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ തന്നെ എൻ്റെ മുഖത്തെ ആ ഹാപ്പിനെസ്സും ആ ഗ്ലോയും ഒക്കെ ഞാനൊന്ന് എന്താ പറയുക ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ പുറത്ത് വേറൊരു കുട്ടിക്കുറുമ്പൻ. എന്ത് ക്യൂട്ടല്ലേ. വലുതും ചെറുതുമായിട്ടുള്ള കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികൾക്ക് മാത്രമല്ല അഡൽട്സിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ട് ചൂടൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു വാട്ടർ സ്പ്രിങ്ക്ലറാണിത്. ഇത്രയിടം വന്നിട്ട് മാജിക് മാളിൽ കയറാണ്ട് പോകുന്നത് എങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് മാജിക് മാളും കൂടെ ഒന്ന് കയറിക്കളയാം. നമ്മളിപ്പോൾ ബീച്ച് സൈഡിലായതുകൊണ്ട് നമുക്ക് മാജിക് മാളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. ആ എൻട്രി കൂടെ അകത്തേക്ക് കയറാട്ടോ. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു മാളാണ്, അതുകൊണ്ട് തന്നെ നല്ല പഴക്കമുണ്ട്. പക്ഷെ റിനോവേറ്റ് ചെയ്തൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഈ മാള്. നല്ലൊരു മിറർ സെൽഫി എടുക്കാനായിട്ട് വന്ന, പക്ഷെ കണ്ടില്ലേ എന്തൊക്കെയൊക്കെയോ പ്രോബ്ലം ഈ മിററിൽ. ആ ഫ്ലോ അങ്ങ് പോയി. വർഷം കുറേ ആയില്ലേ, മിററും അതിൻ്റെ ആവശ്യത കാണിച്ചു തുടങ്ങിയതായിരിക്കാം. ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇവിടുന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഒറിജിനൽ സ്കൈ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. മുകളിലോട്ടൊക്കെ ആ ഒരു സ്കൈയുടെ ആ ഒരു തീമാട്ടോ അവർ ഫോളോ ചെയ്തേക്കുന്നത്. ടോപ്പ് ഫ്ലോർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്ന ഫുഡ് കോർട്ടും കാര്യങ്ങളുമാണ്. ഫുഡ് കോർട്ട് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വൈഡായിട്ടുള്ളൊരു പ്ലേയിങ് സെക്ഷനും കൂടിയാണ്. ഒരുപാട് സെക്ഷനുണ്ട് കേട്ടോ, കുറേ സെക്ഷനുണ്ട്. 800 ഫിൽസും 500 ഫിൽസും 1 KD അത്രയൊക്കെ വരുന്നുള്ളൂ ഓരോ സെക്ഷനിൽ കയറാനായിട്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പം ഈ ഒരു സ്ഥലം കണ്ടോ? ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേ. പിന്നെ മനസ്സിലായ കാര്യം എന്താണെന്ന്, ഈ വാഷ്റൂമിൻ്റെ അടുത്ത് നിന്ന് ആരാ ഈ വീഡിയോ എടുക്കുന്നതെന്നാണ് പുള്ളി നോക്കിയത്. പിന്നെ കൂടുതൽ സമയം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകാനുള്ള സമയമായല്ലോ. ഞങ്ങൾ ബാക്കിൽ കൂടെ കയറിയെന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്നതാണ് കേട്ടോ മാജിക് മാളിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പം ശരി, എങ്ങനെയുണ്ടായിരുന്നു കുവൈറ്റ് മാജിക് മാളും മാജിക് ലാൻഡും ഒക്കെ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ വിഷയവും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാട്ടോ. ഓക്കെ, ബൈ. അയ്യോ, ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.